ഭീകരരുടെ ഒളിത്താവളങ്ങൾ തകർത്ത് മുന്നേറുകയാണ് നമ്മുടെ ഇന്ത്യൻ പട്ടാളം, ഇന്ത്യയുടെ സുരക്ഷാ സേന. കശ്മീരിലെ പൂഞ്ച് വനമേഖലകളിൽ തമ്പടിച്ചിരുന്ന ഭീകരരുടെ ഒളിത്താവളമാണ് സുരക്ഷാ സേന തകർത്തത്. സ്ഥലത്ത് നിന്ന് 5 ബോംബുകളും കണ്ടെടുത്തിട്ടുണ്ട്. സൈന്യവും കശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു റെയ്ഡ്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിവരത്തെ തുടർന്നാണ് സ്ഥലത്ത് ഓപ്പറേഷൻ നടന്നത്. പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. നിലവിൽ 2800-ൽ അധികം ആളുകളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബൈസരൺ വാലിയിൽ നിന്ന് 40 വെടിയുണ്ടകളും അമേരിക്കൻ നിർമ്മിത അത്യാധുനിക തോക്കുകളും കണ്ടെടുത്തു. ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. പൂഞ്ച് ഉൾപ്പെടെയുള്ള നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യം പിന്നെയും വെടിയുതിർത്തിരുന്നു. 8ഇടങ്ങളിലാണ് വെടിവയ്പ് നടന്നത്. കുപ്വാര, ബാരാമുള്ള, പൂഞ്ച്, രജൌരി, മെന്ദാർ, നൌഷേര, സുന്ദർബാനി, അഖ്നൂർ എന്നിവിടങ്ങളിലായിരുന്നു വെടിവയ്പ്. തുടർച്ചയായി 11ാം ദിവസമാണ് പാകിസ്ഥാൻ വെടിവയ്പ് കരാർ ലംഘിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെയും പാക് സൈന്യത്തിന്റെ തുടർച്ചയായുള്ള വെടിനിർത്തൽ കരാർ ലംഘനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ യോഗം ചേരും. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഇരു രാജ്യങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള വേദിയായിട്ടാണ് UN സുരക്ഷാ സമിതി യോഗം നടക്കുക. അഭിപ്രായങ്ങൾ തുറന്നു പറയാനും സംഘർഷാവസ്ഥ ലഘൂകരിക്കാനും യോഗം സഹായിക്കും എന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഗ്രീസ് പ്രതിനിധിയും സുരക്ഷാ കൗൺസിലിന്റെ പ്രസിഡന്റുമായ ഇവാഞ്ചലോ സെക്കറീസ് പറഞ്ഞു. ഭീകരത എവിടെ നടന്നാലും ഞങ്ങൾ ശക്തമായി അപലപിക്കും. അതുപോലെ ഇന്ത്യ പാക് അതിർത്തിയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ ഞങ്ങൾക്ക് വളരെയധികം ആശങ്കയുണ്ട്. പാകിസ്ഥാനേക്കാൾ വലുതാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വലിപ്പവും വ്യാപ്തിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. സുരക്ഷാ സമിതി യോഗത്തിലൂടെ സംഘർഷങ്ങൾ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. സ്ഥിതിഗതികൾ ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുമായും സുരക്ഷാ സമിതി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെക്കുറിച്ച് ഗ്രീക്ക് വിദേശകാര്യമന്ത്രി ജോർജ് ചെറാപെട്രിസുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ചർച്ച നടത്തിയതായും സെക്കറീസ് പറഞ്ഞു.